നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 7, 8 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9847291363. ദയവായി ഫോൺ വിളിക്കരുത്. ഓക്കെ. ഈ ദിവസങ്ങളിലെ ഭാഗ്യ നിറങ്ങൾ പറയാം. 7-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 8-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം 7-ാം തീയതി 4:30 AM മുതൽ 5:18 AM വരെ, 8-ാം തീയതി രാവിലെ 4:31 AM മുതൽ 5:19 AM വരെ. അഭിജിത്ത് മുഹൂർത്തം 7-ാം തീയതി ഉച്ചയ്ക്ക് 11:56 AM മുതൽ 12:45 PM വരെ. 8-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം 11:56 AM മുതൽ 12:46 PM വരെയാണ്. രാഹുകാലം 7-ാം തീയതി വൈകിട്ട് 5:01 PM മുതൽ 6:35 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. 8-ാം തീയതി രാഹുകാലം 7:40 AM മുതൽ 9:14 AM വരെയാണ് രാഹുകാലം. ഇനി ഭാഗ്യ നമ്പറുകൾ: 7-6-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 6, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 8-6-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 0, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലം. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും ചൊവ്വയും പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് അല്പം നിയമമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ പ്രശ്നങ്ങൾ. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇടവരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യത നിലനിൽക്കുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദ ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ ലഭ്യമാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. എങ്കിലും എല്ലാറ്റിനും ഒരു പൊലിമക്കുറവ്, പൂർണ്ണത കുറവ് ഉണ്ടാവും. കാരണം ചന്ദ്രൻ പ്രതികൂലമാണ്, വ്യാഴം പ്രതികൂലം. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരോത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന സർപ്പം, ശിഖി, ശനി, വ്യാഴം ഇത് 4 ഒരുമിച്ച് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്.
ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അനുകൂലമായതുകൊണ്ടാണ് നമ്മൾ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് പറഞ്ഞത്. ചന്ദ്രൻ അനുകൂലമല്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും പ്രതികൂലമായ ദിവസങ്ങളാണ് ചിങ്ങം രാശിയെ ഇനി ഏകദേശം ഒരു ഡിസംബർ 5 വരെ കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്, ദയവായി അതും കാണാൻ ശ്രമിക്കാം. ഇവർക്ക് തൊഴിൽ നേട്ടം ഉണ്ടാവും, പിതൃഗുണമുണ്ടാവും, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ ഒരു പൂർണ്ണത കുറവ് എല്ലാത്തിലും അനുഭവപ്പെടാം. ചിങ്ങം രാശിയെക്കുറിച്ച് പ്രത്യേകം വീഡിയോ വരുന്നതാണ്, അത് നിർബന്ധമായിട്ടും കാണുക. വളരെ പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. നിങ്ങളുടെ ഏകദേശം ഒരു വർഷത്തേക്കുള്ള ഫലങ്ങൾ അതിനകത്ത് പറയപ്പെടും. ഓക്കെ, വിശദീകരിച്ച് അതിനകത്ത് വ്യക്തമായിട്ട് പറയാം. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ്, എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ അനുകൂലമായ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ്. ഇനി തുലാം രാശിക്ക് എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഇവർക്ക് ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലങ്ങൾ മാറിത്തുടങ്ങി. ഈ ദിവസങ്ങളിൽ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ടാവും, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും പൊതുവെ ഇനിയുള്ളത്. എങ്കിലും നമുക്ക് കർമ്മഭാവത്തിൽ വ്യാഴം ഉണ്ടായിട്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് അല്പം ധൃതി പിടിച്ച ഒരവസ്ഥയായിരിക്കും, തിരക്കുള്ളൊരു അവസ്ഥയായിരിക്കും തൊഴിൽ രംഗത്ത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്. ഓക്കെ, ഇപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, എങ്കിലും അത് ചുരുക്കി പറയാം. തൊഴിൽപരമായിട്ട് ഇപ്പോൾ അതായത് ഞാൻ വളരെയധികം ബിസിയായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത് തീർക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നീണ്ടുപോകും വീഡിയോ. ഓക്കെ, ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണം ഉള്ള ദിവസങ്ങളാണ്. കാര്യം ചൊവ്വയും വ്യാഴവും ഒക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴമുണ്ട്. അപ്പോൾ ശുക്രൻ, വ്യാഴം, ചൊവ്വ ഇത് 3ഉം അനുകൂലമായതുകൊണ്ട് വാഹനലാഭം, അതായത് തീർത്ഥയാത്രകൾക്കും അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, മുന്തിയ ദൈവാധീനം. 9ാം ഭാവത്തിലാണ് വ്യാഴം. ഓക്കെ, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഞായറാഴ്ച ഇവർ ശിവന് വഴിപാടുകൾ നടത്തണം. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രധാനമായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പൊതുവെ ഇവർക്ക് ഇടവം മിഥുനം മാസങ്ങളിൽ വൃശ്ചിക രാശിക്കും വൃശ്ചിക ലഗ്നത്തിനും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇനി ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം.
ധനുരാശിക്ക് ശനിയും വ്യാഴവും ഒരുമിച്ച് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഡിസംബർ 5 വരെ. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എങ്കിലും ഇവിടെ കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം മെച്ചപ്പെട്ട ദിവസങ്ങളാണ്. എങ്കിലും പ്രതികൂലമായിട്ട് ചൊവ്വയാണ് പ്രധാനമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച നമ്മൾ മുരുകന് വഴിപാട് നടത്തുക. അപകടങ്ങൾ കരുതിയിരിക്കുക. പൊതുവെ മകരം രാശിക്കാർക്ക് ദൈവാധീനമുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇവ 4ഉം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അത് ഏകദേശം 1 വർഷം നിലനിൽക്കും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ദയവായി അത് കാണാൻ ശ്രമിക്കാം. എങ്കിലും ഇവിടെ നമുക്കിവിടെ ചൊവ്വ അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ നമുക്ക് ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ യാത്രകൾ പ്രയോജനകരമാവാൻ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഒരു പൂർണ്ണത കുറവ്, എല്ലാത്തിനും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവുമെങ്കിലും എല്ലാറ്റിനും ഒരു തടസ്സം ഫീൽ ചെയ്യും. കുംഭം രാശിക്കാരെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കാം. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി, രേവതി ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും പൊതുവേ ഒരു പൂർണ്ണത കുറവ്, പൊലിമക്കുറവ് എല്ലാറ്റിലും കാണും. കാരണം ചന്ദ്രൻ പ്രതികൂലമാണ്. ശനി ജന്മശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പൻ, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലും വഴിപാട് നടത്തുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നുചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. കർമ്മമേഖലയിൽ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തുലാം രാശിക്കാരായ എനിക്ക് ഇന്ന് അല്പം ധൃതി കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശദമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും മിനിമം പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിവേ എൻ്റെ വീട്ടിലെ വൈഫൈ കട്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി ബ്രദറിൻ്റെ കുടുംബ വീട്ടിൽ പോയി അത് ചെയ്യണം. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ധൃതിയിലായിട്ട് നിൽക്കുന്നത്. മറ്റ് ബിസിനസ് കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ തിരക്ക് പിടിച്ചൊരവസ്ഥയാണ്. എന്തായാലും ഏറ്റവും മിനിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചിങ്ങൻ രാശിക്കാരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. എങ്കിലും അത് ദീർഘകാല അളവിലേക്ക് ഉള്ള ഒരു ഫലം പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തൽക്കാലം അത് 2 ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്നു. എനിവേ എല്ലാവർക്കും ശുഭദിനം ഒരു തവണ കൂടി നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.